നമസ്കാരം. ഇന്നത്തെ പുതിയ സിനിമാ വാർത്തകളിലേക്ക്. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ട് മെയ് 1 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. പാട്രിയോട്ട് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 3 മണിക്കൂറായിരിക്കും. ചിത്രത്തിന് കത്രിക വെച്ച് ഇപ്പോൾ സെൻസർ ബോർഡ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ചില രംഗങ്ങളും പേരുകളും ഒഴിവാക്കാനാണ് സെൻസർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരുമായി ചിത്രത്തിന്റെ വില്ലന്റെ പേരിന് സാമ്യമുണ്ടെന്നാണ് ഇപ്പോൾ സൂചന. അത് വിവാദമാകാൻ സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കാൻ സെൻസർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. നിർദ്ദേശം അനുസരിച്ച് അണിയറ പ്രവർത്തകർ ചിത്രം റീ എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിന് സമർപ്പിക്കും. കൊച്ചിയിലെ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ, ദർശന എന്നിവരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ആന്റോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചാപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആന്റോ ജോസഫ്, KG അനിൽകുമാർ ചേർന്നാണ് പാട്രിയോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള മാറ്റങ്ങളുമായി റീ എഡിറ്റ് വേർഷനായിരിക്കും മെയ് 1 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യാൻ എത്തുന്നത്. നേരത്തെ സംസ്ഥാനത്തെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തിയേറ്ററിൽ സിനിമയുടെ കളക്ഷന്റെ നിർമ്മാണ വിതരണ വിഹിതം നിർമ്മാതാവ് കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ ചർച്ചയിൽ വിലക്ക് പിൻവലിച്ചു. മെയ് 1 പാട്രിയോട്ട് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യും.